അപ്പാന്ന് വിളിക്കാനുള്ള പദവി നഷ്ടപ്പെടാതിരിക്കുന്നിടത്തോളം കാലം, സ്തോത്രം, ഹല്ലേലൂയ, ഈ അപ്പൻ മാറി നിൽക്കത്തില്ല. ഹല്ലേലൂയ. നീ വേദനയോടെ അപ്പാന്ന് വിളിച്ചാൽ എന്താ മകനെ മകളെന്ന് ചോദിക്കുന്ന ദൈവമാ നമ്മുടെ ദൈവം. കരമുയർത്തുന്ന ദൈവത്തിന് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ് യഹോവയുടെ 11-ാമത്തെ വാക്യം, യഹോവയുടെ ആലോചന ശാശ്വതമായും, യഹോവയുടെ ആലോചന ശാശ്വതമായും. മനസ്സിലാക്കണം, ജാതികളുടെ നമുക്കെതിരായിട്ടുള്ള ആലോചനകൾ, നിരൂപണങ്ങൾ ടെമ്പററിയാ, താൽക്കാലികമാ. ചിലതെല്ലാം കേട്ടിട്ടും ചിലതെല്ലാം അറിഞ്ഞിട്ടും ഇന്നിതിനകത്ത് ഭാരത്തോടെയാണോ വന്നത്? ഞാൻ വ്യക്തമായിട്ട് പറയാം, അത് തൽക്കാലത്തേക്കേ ഉള്ളൂ. അതിന് നിലനിൽപ്പില്ല, അതിനായുസില്ല. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന അത് പെർമനന്റാ, അത് ശാശ്വതമാ, അത് തിരുത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അത് എഴുതി വച്ചിരിക്കുന്നത് ലോകത്തിലെ ഒരു പുസ്തകത്തിന്റെ അകത്തല്ല, അത് സ്വർഗത്തിലാ എഴുതിയിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് അത്ഭുതകരമായ വെളിപ്പാട് കിട്ടിയ സങ്കീർത്തനക്കാരൻ എടുക്കണ്ട 139 പറഞ്ഞത്. സ്തോത്രം. എന്നെക്കുറിച്ച് അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്താണ് അവയെല്ലാം നിന്റെ പുസ്തകത്തിലുണ്ടായിരുന്നത്. എൻ്റെ കർത്താവിൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. അത് എഴുതുന്നത് മനുഷ്യനല്ല. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഇവിടെ ജനിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് ദൈവവേദന. എന്തിനാ നീ ഭയപ്പെടുന്നേ? ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് ഈ കാഴ്ചപ്പാട് കിട്ടിയപ്പോൾ പറഞ്ഞു, സ്തോത്രം, കിട്ടുന്നതിന് മുമ്പ് പറഞ്ഞു, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച കർത്താവ് എന്നെ അറിഞ്ഞ്, കർത്താവിനെ ഞാനും അറിഞ്ഞത് അല്ല. സ്തോത്രം. എൻ്റെ ജനനം മുതൽ എന്നെ വിളിച്ചു വേർതിരിച്ച ദൈവം. കുറച്ചുകൂടെ കഴിഞ്ഞ് ഞങ്ങൾ കാഴ്ചപ്പാട് മാറിയപ്പോൾ പറഞ്ഞു, ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തു യേശുവിൽ എന്നെ തെരഞ്ഞെടുത്ത ദൈവം. ഞാനും നിങ്ങളും അതുപോലെ ആകട്ടോ. ലോക സ്ഥാപനത്തിന് മുമ്പ് എന്നെ നിങ്ങളെ കണ്ട ഒരു ദൈവത്തെയാ സേവിക്കുന്നത്. നാം എത്ര ഭാഗ്യമുള്ള ജനമാ. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ.